നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, 10ാമത് അടൂർ മിഷൻ കൺവെൻഷനായി ഒന്നിച്ചു കൂടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് നാഥ, കോവിഡ് മഹാമാരിയുടെ ഈ കാലത്തിൽ അടിയങ്ങൾക്ക് അങ്ങയുടെ വചനം ധ്യാനിക്കുവാനും അങ്ങയെ പാടി മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും അങ്ങ് ഒരുക്കി തരുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കുമായിട്ടും ഞാൻ അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് കർത്താവേ, ഈ കൺവെൻഷന് നേതൃത്വം നൽകുന്ന അങ്ങയുടെ മക്കളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം സംസാരിക്കുന്ന അത്രയും ബഹുമാനമുള്ള ഷാജി അച്ഛനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ കൃപയിൽ നിന്റെ മകനെ മറച്ചുകൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. വിവിധ ഭവനങ്ങളിലായി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇതിൽ സംബന്ധിക്കുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു കൺവെൻഷൻ ആയിരിക്കുവാൻ അങ്ങയുടെ കൃപ അടിയങ്ങളോട് കൂടിയിരിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം നീ കേൾക്കുമാറാകണമേ. ആമേൻ.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടൂർ മിഷൻ കൺവെൻഷൻ്റെ 10ാമത് യോഗങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ വർഷങ്ങളത്രയും ഈ കൺവെൻഷൻ അനുഗ്രഹകരമായി നടത്തുന്നതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. ഈ വർഷത്തെ കൺവെൻഷൻ്റെ കൺവീനേഴ്സായ ബഹുമാനപ്പെട്ട ബിഞ്ചു വർഗീസ് കുരുവിളയച്ചനോടും ജോയ് ദാനിയൽ സാറിനോടും ചേർന്ന് ഈ ജില്ലയിലെ എല്ലാ വൈദികരും സഭാ ശുശ്രൂഷകരും ഈ കൺവെൻഷന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വരുന്നു. ഈ വർഷം ബഹുമാനപ്പെട്ട ഷാജി എം ജോൺസൺ അച്ഛനും ബ്രദർ ഷെറിൽ ജോസുമാണ് ദൈവവചന ശുശ്രൂഷയ്ക്കായി നാം ക്ഷണിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയാണ് യോഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ആൽബിൻ അരുളപ്പനച്ഛൻ്റെ നേതൃത്വത്തിൽ അതിനായുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. വളരെ പ്രാർത്ഥനാപൂർവം ഈ 2 ദിനങ്ങളിലെ യോഗങ്ങൾ ശ്രമിക്കുവാൻ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഈ 10ാമത് യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അഭിനവ ബിഷപ്പ് അഭിവന്യ റൈറ്റ് റവറൻഡ് ഡോക്ടർ സാബു കെ ചെറിയാൻ തിരുമേനി ഈ വളരെ തിരക്കിട്ട ദിനങ്ങളിലും ഈ കൺവെൻഷൻ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് തിരുമേനി തയ്യാറായതിൽ ഞങ്ങൾക്കുള്ള വലിയ സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. അഭിവന്യ തിരുമേനിയെ നമുക്കെല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള തീവ്രമായ സ്നേഹത്തിൻ്റെ ഫലമായ തീഷ്ണതയും വലിയ ആവേശവും തിരുമേനിയുടെ ശുശ്രൂഷയിലുടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വ്യക്തമായ ദർശനത്തോടും വലിയ കൺവിക്ഷനോടും കൂടെയാണ് തിരുമേനിയുടെ എല്ലാ പ്രവർത്തനവും. ട്രഷററായി തിരുമേനി സേവനം ചെയ്തതായ കാലഘട്ടത്തിൽ അത് പല പ്രാവശ്യം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവരോടുള്ള തിരുമേനിയുടെ കരുതൽ, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ അറിയുവാനുള്ളതായ കഴിവ്, ഇവയൊക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം കരയറ്റുന്നു. അഭിവന്യ തിരുമേനിയുടെ നേതൃത്വം മഹായിടവകയ്ക്ക് ഏറ്റവും അനുഗ്രഹകരമാക്കി ദൈവം തീർക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടൂർ മിഷൻ കൺവെൻഷനിലേക്ക് പ്രത്യേകമായി ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിലേക്ക് അഭിവന്യ തിരുമേനിയെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടൂർ വൈദിക ജില്ലയുടെ 10ാമത് കൺവെൻഷൻ യോഗങ്ങൾ ആരംഭിക്കുകയാണല്ലോ. കൺവെൻഷന് എല്ലാ നന്മയും നേരുന്നു. അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടൂർ വൈദിക ജില്ലയുടെ ചെയർമാൻ വന്യനായ CI ജോസച്ചൻ, കൺവീനേഴ്സായി പ്രവർത്തിക്കുന്ന ബിഞ്ചു അച്ഛൻ, ജോയി ദാനിയൽ സാർ, മീഡിയ കൺവീനറായി പ്രവർത്തിക്കുന്ന ആൽവിൻ അരുളപ്പനച്ഛൻ, സഭാ മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. അടൂർ വൈദിക ജില്ലയുടെ 10ാമത് കൺവെൻഷൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്രമീകരിക്കുമ്പോൾ കോവിഡിൻ്റെ പ്രതിസന്ധികളെല്ലാം ഉണ്ട് എന്ന് നമുക്കറിവുള്ളതാണല്ലോ. എല്ലാ വർഷത്തെയും പോലെ ഒന്നിച്ചു കൂടുവാൻ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് സാധിക്കാതെ പോകുന്നു. ഓൺലൈനായി ഈ വർഷം കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ ഭാഗമാകുവാൻ എനിക്കും ഇടയാകുന്നതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. എൻ്റെ പിൻപിൽ അധ്വാനിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം, അതിൻ്റെ അവസാന ഭാഗം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? 2021
ഇയർ ഓഫ് ഹീലിംഗ് ആയി വേർതിരിച്ചിരിക്കുകയാണ്. സൗഖ്യം എന്നത് ഒരു വ്യക്തിയുടെ ആകമാനമായ സൗഖ്യം. നമ്മളുടെ ചിന്തയിൽ പലപ്പോഴും സൗഖ്യം എന്ന് പറയുന്നത് ശാരീരികമായ രോഗത്തിൽ നിന്ന് വിടുതലായി കാണാറുണ്ട്. എന്നാൽ വേദപുസ്തകം അപ്രകാരമല്ല പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ ആകമാനമുള്ള സൗഖ്യം, ശാരീരികവും മാനസികവും ആത്മീകവുമായ സൗഖ്യം ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തി പൂർണ്ണ ആരോഗ്യവാനാണ്, സൗഖ്യമുള്ളവനാണ് എന്ന് പറയുന്നതിന് സാധിക്കുകയുള്ളൂ. ഞാൻ കുറിവാക്യമായി വായിച്ച വേദഭാഗം ഉൾക്കൊള്ളുന്ന 5-ാം അധ്യായം വളരെ വ്യക്തതയോടെ ബെഥസ്ദ കുളക്കരയിൽ കഴിയുന്ന ഒരു വ്യക്തിയെപ്പറ്റി നമ്മളെ പഠിപ്പിക്കുക. ദീർഘവർഷങ്ങൾ അവിടെ പാർക്കുന്നു. 5-ാം വാക്യം പറയുമ്പോൾ 38 വർഷം. നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല, അല്ലേ? ഒരു വ്യക്തി 38 വർഷം രോഗാതുരനായി കഴിയുന്നു എന്ന് പറയുമ്പോൾ ഇത് ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മളെ ചുറ്റുപാടുകളിൽ രോഗാതുരരായവരെ കാണുന്നില്ലേ? അവരെ കണ്ടിട്ടും കാണാതെ കടന്നു പോകുന്ന മനസ്ഥിതിയെയാണ് യേശു കർത്താവ് ചോദ്യം ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവരെ കാണുവാൻ, അവരുടെ ആവശ്യങ്ങളിൽ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു എന്നത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് യേശു കർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് കൺവെൻഷനുകൾ സ്വയം വിലയിരുത്തലിന്, മറ്റുള്ളവരുടെ സൗഖ്യത്തിന്, എന്താ സൗഖ്യം? ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ ആകമാനമുള്ള സൗഖ്യം. ഒരു വ്യക്തിയോട് ഇടപെടുവാൻ സാധിക്കുന്നുവെങ്കിൽ ആളിന് സൗഖ്യം നൽകുന്ന പ്രക്രിയയില്ല. 38 വർഷമായി സൗഖ്യമില്ലാതെ കഴിയുന്ന വ്യക്തിയുടെ അടുക്കലേക്ക് അടുത്ത് ചെല്ലുന്ന യേശു. ഒന്ന് ആലോചിച്ച് നോക്കുക. നീങ്ങുവാനും നിരങ്ങുവാനും ആരോഗ്യമില്ലാതെ ശാരീരികമായി ക്ഷീണിതനായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നോക്കുവാൻ ആരുമില്ലാതെ, സംരക്ഷിക്കുവാനില്ലാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രയോ ആളുകളുണ്ട്. അവരെ ഒരു നോക്ക് കാണുവാൻ, അവരോട് സംസാരിപ്പാൻ, അവരെ മനുഷ്യരായി കാണുവാൻ സാധിക്കാത്തൊരു സമൂഹത്തിന് നടുവിൽ ജീവിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുക, ക്രൈസ്തവ സമൂഹം എന്ന നിലയിൽ നമ്മുടെ ദൗത്യം വളരെ വലുതാകുന്നുവെന്ന്. അവരോടുള്ള ഒരു ഹ്യൂമൻ കൺസേൺ, ഒരു ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ അവരെ കാണുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന് ഈ വേദഭാഗം ഓർപ്പിക്കുന്നു. യേശു കർത്താവ് വളരെ സൗമ്യതയോടെ ആ വ്യക്തിയോട് ഇടപെടുക, എന്നിട്ട് ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട്? രണ്ടാമത്തെ ലെവലിലേക്ക് ചെല്ലുക. ഒന്ന്, ആ വ്യക്തിയോട് ഇടപെടുവാൻ, ആ വ്യക്തിയുമായി സമയം ചെലവഴിപ്പാൻ, ആ വ്യക്തിയോട് സംവദിപ്പാൻ ഇടയാകുന്ന, സമയം കണ്ടെത്തുന്ന യേശു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടാകേണ്ട ഒന്നാമത്തെ അനുഭവം. 2, ആ വ്യക്തിക്ക് നൽകേണ്ടതായ പ്രചോദനത്തെ പറ്റിയാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുക. അവൻ്റെ ആവശ്യകതയെപ്പറ്റി അവനെ ബോധ്യമാക്കുവാൻ, അഥവാ ഇന്നവനായിരിക്കുന്ന ജീവിത സാഹചര്യത്തെപ്പറ്റി അവനെ ഓർമ്മപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം അവിടെയാണ്. യേശു കർത്താവ് ആ മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. എനിക്കും നിങ്ങൾക്കും സൗഖ്യം ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടോ? അഥവാ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ കുറവുകളെപ്പറ്റി, രോഗാതുരമായ ജീവിതാവസ്ഥയെപ്പറ്റി, രോഗാതുരമായ മനസ്സിൻ്റെ അവസ്ഥയെപ്പറ്റി ചിന്തിപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തപ്പെടണം. ഈ കൺവെൻഷൻ നമ്മൾ കൂടി വരുമ്പോൾ സ്വയം വിലയിരുത്തലിന് മുഖാന്തരമാകേണ്ടത്. ഏത് മേഖലയിലാണ് എനിക്ക് സൗഖ്യമായിരിക്കുന്നത്? ഒരുപക്ഷെ എൻ്റെ ബന്ധങ്ങളായിരിക്കാം, ബന്ധങ്ങളിലെ വിള്ളലുകളായിരിക്കാം പ്രശ്നം. ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൻ്റെ ബലഹീനതകളായിരിക്കാം. ഒരുപക്ഷെ ശാരീരികമായ ബലഹീനതയാകാം. ഒരുപക്ഷെ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയ അനുഭവങ്ങളായിരിക്കാം. കർത്താവ് എന്നോടും നിങ്ങളോടും ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് സൗഖ്യമാകുവാൻ
മനസ്സുണ്ടോ? എൻ്റെ കുറവുകളെ തിരിച്ചറിയുവാനുള്ള പ്രചോദനം കൺവെൻഷൻ നൽകട്ടെ. മറ്റുള്ളവരുടെ സാഹചര്യങ്ങളെ കണ്ട് അവരെ ഉത്തേജിപ്പിക്കുവാൻ, പ്രചോദനം നൽകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ എക്സ്ക്യൂസസ് കണ്ടെത്തുവാനാണ് ശ്രമിക്കുന്നത്. ഈ വ്യക്തിയും അതുതന്നെയാണ് പറയുന്നത്. ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി. നമ്മൾ പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ, അതിൻ്റെ ജീവിതത്തിൽ എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ എന്തെല്ലാമോ ഒഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനുള്ള പ്രവണത മാനുഷികമായത്, ലോകത്തിൻ്റെ നേച്ചറല്ല. ഈ വ്യക്തിയും അത് തന്നെയാണ് ചെയ്യുന്നത്. കർത്താവേ, എന്നെ സൗഖ്യമാക്കൂ. എന്നെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ അവിടെ ആക്കുവാൻ ആളില്ല. നമുക്കെന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ളവരെ പറ്റി പറയാൻ സാധിക്കും. കർത്താവേ, ഇത് എൻ്റെ കുഴപ്പമല്ല. പലപ്പോഴും നമ്മളല്ലേ നമ്മുടെ ബലഹീനതകളെ കാണുമ്പോൾ ഇത് എൻ്റെ കുറവെന്ന് സമ്മതിക്കുവാൻ തയ്യാറാകാതെ മറ്റുള്ളവരുടെ മേൽ പഴിചാരുന്ന പ്രവണത. യേശു കർത്താവ് ഓർപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, ഇത് വേണ്ട ഒരു മേഖലയാണ്. തെറ്റുകളെ ഏറ്റെടുക്കുവാൻ, കുറവുകളെ സമ്മതിക്കുവാൻ സാധിക്കണം. മറ്റുള്ളവരുടെ മേൽ ചാരുവാനല്ല, ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ആഹ്വാനം ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? എനിക്ക് ആളുകളില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥ അതല്ല. പിന്നീടോ കർത്താവ് അവൻ്റെ കുറവുകളെ പറ്റി അവനെ ബോധ്യപ്പെടുത്തിയപ്പോൾ അവന് സൗഖ്യം നൽകുന്ന മനുഷ്യനെ അവിടെ കാണാം. 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം എന്ന് പറഞ്ഞു. സഭാമക്കളെ, എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ട വ്യതിയാനത്തെ പറ്റി വേദഭാഗം ഓർപ്പിക്കുക. പൂർണ്ണമായ സൗഖ്യം തരുവാൻ യേശു സന്നദ്ധനാണ്. ആ ദൈവത്തെ കേൾക്കുവാൻ, ആ ദൈവവുമായിട്ട് സംവദിപ്പാൻ, എൻ്റെ ബലഹീനതയെ സമ്മതിക്കുവാൻ, സൗഖ്യം ആവശ്യമാണെന്നുള്ള ബോധ്യത്തോടെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ പൂർണ്ണ സൗഖ്യം നൽകി എന്നെയും നിങ്ങളെയും ലോകത്തിലേക്ക് അയക്കുവാൻ, ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിലനിർത്തുവാൻ ഈ ക്രിസ്തു സന്നദ്ധനാണ്. അടൂർ കൺവെൻഷൻ്റെ 10ാമത് കൺവെൻഷൻ യോഗങ്ങളിലേക്ക് നാം ഒന്നിച്ച് പ്രവേശിക്കുകയാണല്ലോ. അത് ഈ വർഷത്തെ വചന കേൾവി ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മയും ഈ കൺവെൻഷന് നേരുന്നു. ഈ കൺവെൻഷൻ ശ്രവിക്കുന്ന എല്ലാവരുടെ മേലും സൗഖ്യദായകനായ കർത്താവ് സൗഖ്യം കൽപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 29-ാം സങ്കീർത്തനം. സങ്കീർത്തനം 29. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പിൻ, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പിൻ. വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു. യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവൻ്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. യഹോവ ജലപ്രളയത്തിന്മീതെ ഇരുന്നു. യഹോവ എന്നേക്കും രാജാവായിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ.
പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. ഒരു പ്രാവശ്യം കൂടെ അടൂർ മിഷൻ കൺവെൻഷനായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നമ്മെ സഹായിച്ച ദൈവത്തിന് ആദ്യമായി സ്തോത്രം ചെയ്യാം. പോയ വർഷങ്ങളിലെല്ലാം ജയോത്സവമായി നമ്മളെ നടത്തി മനോഹരമായ കൺവെൻഷൻ നടത്തുവാൻ, ദേശത്ത് വചനം വാരി വിതറുവാൻ ദൈവം സഹായിച്ചു. ഈ സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ ബിഷപ്പ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. റൈറ്റ് റവറൻഡ് ഡോക്ടർ സാബുക്ക് ചെറിയാൻ തിരുമേനിക്ക് ആവശ്യമായ ദൈവകൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ കൺവെൻഷനിൽ ഇന്ന് വചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാജിയം ജോൺസൺസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുവാൻ, കേൾക്കുന്നവർക്കെല്ലാം അനുഗ്രഹമായിരിക്കാൻ തക്കവണ്ണം ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സ്പർശിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ ചൊരിയപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. വചനം എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ അതേ പരിജ്ഞാനം, അതേ ശക്തി എല്ലാവരുടെ മേലും പകരപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നും നാളെയുമായി നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭ ഉണർവുള്ള സഭയായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകമായും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ സമയത്തിനായി സ്തോത്രം. ഈ വർഷവും ഞങ്ങൾക്ക് കൺവെൻഷൻ നടത്തുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പിതാക്കന്മാരുടെ കാലം മുതൽ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഇന്നും അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ പരിവർത്തനം നിലയ്ക്കാതെ തുടർന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനായ സ്തോത്രം. ദൈവകൃപയുടെ വ്യാപാരം എല്ലാവരുടെ മേലും പകരണമേ. പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവത്തിൻ്റെ കൃപയോടെ പ്രസംഗിപ്പാൻ സഹായിക്കണം. കേൾവിക്കാരെ എല്ലാം അനുഗ്രഹിക്കണം. ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാം ഉണർവുള്ള സഭയായി തീരുവാൻ, ഉണർവുള്ള കുടുംബങ്ങൾ, ഉണർവുള്ള വ്യക്തികളായി തീരുവാൻ സഹായിക്കണമേ. നിറവോടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം കർത്താവേ. ദൈവത്തിൻ്റെ ശക്തമായ കൃപയുടെ വ്യാപാരം ഞങ്ങളുടെ എല്ലാവരുടെ മേലും, എല്ലാ കുടുംബങ്ങളുടെ മേലും അനുഗ്രഹത്തിൻ്റെ മാരിയായി പതിക്കണം കർത്താവേ. ഈ സൗഖ്യദായക വർഷമായിട്ട് ആചരിക്കുന്ന ഈ വർഷം കർത്താവെ, ഞങ്ങളെല്ലാം സൗഖ്യമുള്ളവരായി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.
ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്യുവാൻ, ദൈവവചനം കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടൂർ വൈദിക ജില്ലയുടെ ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ക്രമീകരിക്കുവാൻ കർത്താവ് നമ്മളെല്ലാം അനുഗ്രഹിച്ചല്ലോ. ഈ വർഷവും മുടങ്ങാതെ ഈ വലിയ ശുശ്രൂഷ നിവർത്തിക്കുവാൻ ഇതിൻ്റെ പിന്നിൽ താല്പര്യത്തോടെ സമർപ്പിതരായ എല്ലാവരെയും അഭിനന്ദിക്കുകയും അവരുടെ പരിശ്രമങ്ങൾക്ക് ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വൈദിക ജില്ലയ്ക്ക് ഊർജ്ജസ്വലവും കർമ്മധീരവുമായ നേതൃത്വം നൽകുന്ന ആദരണീയനായ CI ജോസച്ചനും ഈ കൺവെൻഷന്റെ കൺവീനർമാരായ ബഹുമാനപ്പെട്ട ബിഞ്ചു വർഗീസ് കുരുളച്ചനും ജോയ് ഡാനിയൽ സാറിനും ബഹുമാനപ്പെട്ട വൈദികർക്കും സഭാ ശുശ്രൂഷകർക്കും പ്രേക്ഷിതർക്കും സഭയുടെ കരുത്തും ശക്തിയുമായ വിശ്വാസ സമൂഹത്തിനും ആദരവുകൾ നേരുന്നു, ആശംസകൾ നേരുന്നു, പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ എന്നെ ഈ വലിയ നിയോഗം നൽകി ആദരിച്ചതിനും സ്നേഹിച്ചതിനുമുള്ള എൻ്റെ നന്ദി എളിയ വാക്കുകളിൽ അറിയിക്കുകയും ചെയ്യുന്നു. 2021 മധ്യകേരള മഹായിടവക സൗഖ്യത്തിൻ്റെ വർഷമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. സൗഖ്യം വിശുദ്ധ വേദപുസ്തകം വിഭാവന ചെയ്യുന്ന വലിയൊരു ആശയവും ചിന്തയുമാണ്. സൗഖ്യം ക്ഷേമാവസ്ഥയാണ്. കേവലം രോഗങ്ങളില്ലാത്തൊരവസ്ഥയോ ഖിന്നതകളും സങ്കടങ്ങളും അസ്വസ്ഥതകളും ഇല്ലാതിരിക്കുന്നൊരു സാഹചര്യമോ അല്ല. വേദപുസ്തകം വിവക്ഷിക്കുന്ന സൗഖ്യം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ടോട്ടൽ വെൽബീയിങ് ആണ്. സാമൂഹികവും സാമ്പത്തികവും ആരോഗ്യപരവും വിദ്യാഭ്യാസപരവും അങ്ങനെ നിരവധി തലങ്ങളിലുള്ള സാർവത്രിക ക്ഷേമമാണ് ആരോഗ്യം എന്ന് നമുക്കറിയാം, സൗഖ്യം നമുക്കറിയാം. ഷാലോം എന്ന വലിയ ആശയമുള്ളൊരു പദം കൊണ്ടാണ് ഈ സൗഖ്യത്തെ വിവക്ഷിക്കുന്നത്. ഈ സൗഖ്യം സ്വാഭാവികേന ലഭിക്കുന്ന ഒന്നല്ല. കഠിനമായ പരിശ്രമങ്ങളുടെ ഒടുവിൽ അഥവാ ഒരു നീണ്ട പ്രക്രിയക്കൊടുവിൽ ആർജിക്കാൻ കഴിയുന്ന ഒരു ഫലമാണ്, റിസൾട്ടാണ് സൗഖ്യം എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നാച്ചുറലി ഒക്കർ ചെയ്യുന്നൊന്നല്ല, മറിച്ച് പരിശ്രമങ്ങളുടെ അധ്വാനങ്ങളുടെ പരിണിതിയാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ കാണുന്ന എല്ലാ സൗഖ്യങ്ങളും, കർത്താവായ യേശുക്രിസ്തുവിന്റെ സൗഖ്യദായക ശുശ്രൂഷകളൊക്കെ സാർവത്രിക ക്ഷേമം മനുഷ്യനെ വിഭാവനം ചെയ്തതായിരുന്നു. അതെല്ലാം ഒരു നീണ്ട പ്രോസസ്സിന്റെ ഒടുവിലാണ് സംജാതമായതെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ധ്യാനം നമ്മെ സഹായിക്കേണ്ടത് സൗഖ്യദായക ശുശ്രൂഷയിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. ആന്തരികവും മാനസികവുമായ സൗഖ്യം, ബന്ധങ്ങളിലുള്ള സൗഖ്യം, പിന്മാറ്റങ്ങളിൽ നിന്ന് മടങ്ങി വരുന്ന ജീവിത തലം ഉണ്ടാക്കുവാൻ കഴിയുന്ന സൗഖ്യമെല്ലാം ഈ ഒരു വർഷം ആർജിക്കുവാൻ മഹായിടവകയ്ക്ക്, പ്രാദേശിക സഭകൾക്ക്, സഭയുടെ മക്കൾക്ക് സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് ഉപോദ്ബലകമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം നമുക്കൊക്കെ സുപരിചിതമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1 തുടങ്ങി 12 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. ചില ദിവസം കഴിഞ്ഞ ശേഷം യേശു പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിൽ ഉണ്ടെന്ന് ശ്രുതിയായി. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം പലരും വന്നുകൂടി. യേശു അവരോട് തിരുവചനം പ്രസ്താവിച്ചു. അപ്പോൾ 4 ആൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാര നിമിത്തം യേശുവിനോട് സമീപിച്ചുകൂടാകിയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുര പൊളിച്ച് തുറന്നു പക്ഷവാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതെന്ത്? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ മനസ്സിൽ ഗ്രഹിച്ച് അവരോട്, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ത്? പക്ഷവാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു.
എന്നാൽ ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുകെ പുറപ്പെട്ടു. അത് കണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തി. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ചെയ്ത ഒരു അത്ഭുതത്തെക്കുറിച്ചുള്ള വിവരണമാണുള്ളത്. ഒരു പക്ഷപാതക്കാരനെ യേശു സൗഖ്യമാക്കുന്നു. ഈ സൗഖ്യമാക്കൽ ശുശ്രൂഷ ഒരു നീണ്ട പ്രക്രിയക്കൊടുവിലാണ് സംഭവിക്കുന്നത്. ഇവിടെ സൗഖ്യം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നല്ല. ഒരുവന്റെ സൗഖ്യത്തിനു വേണ്ടി ഒരുപിടി ആളുകളുടെ സമർപ്പണവും അധ്വാനവും സ്നേഹവും നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. ഈ വേദഭാഗത്തെ അധികരിച്ച് ഏതാനും കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നത്. പക്ഷപാതക്കാരനെ നമുക്ക് പരിചയപ്പെടാൻ കഴിയുന്നു. പക്ഷപാതം മനുഷ്യന്റെ ജീവന്റെ ചൈതന്യത്തിന്റെ ക്ഷയമാണ്. അങ്ങനെ ജീവന്റെ ചൈതന്യം ക്ഷയിക്കപ്പെട്ട് സഹായം സ്വീകരിക്കേണ്ട അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ സ്വയമായി ചലിക്കുവാനോ ആഹരിക്കുവാനോ പ്രവർത്തിക്കുവാനോ ഒന്നും കഴിയാതെ ജീവിതം നിഷ്ക്രിയമായ നിസ്സംഗമായി തീർന്ന ഒരു സാധു. ഈ സാധുവിനെ വഴിയിൽ കണ്ട ഒരുപറ്റം ആളുകൾ അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു. കാരണം യേശു സമീപത്ത് എവിടെ ഒരു വീട്ടിൽ വന്നു എന്നുള്ള വർത്തമാനം അവരുടെയും കാതുകളിൽ എത്തിയിരുന്നു. കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവന് സൗഖ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വായിച്ച് കേൾക്കപ്പെട്ട വേദഭാഗം പ്രസ്താവിക്കുന്നത്. ഇവിടെ സൗഖ്യത്തോടുകൂടി ഈ പക്ഷപാതക്കാരൻ വീട്ടിലേക്ക് മടങ്ങുവാൻ കാരണമായി തീർന്നത് ഒരു പിടി ആളുകളുടെ സേവന തൽപരതയുള്ള, സമർപ്പണ തൽപരതയുള്ള കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമാണ് എന്ന് നമുക്കറിയാം. ഒരുപിടി മനുഷ്യർ 3 തലങ്ങളിൽ. സൗഖ്യം കൊടുത്ത കർത്താവ് ഒരു തലത്തിൽ നിൽക്കുന്നു. ഈ മനുഷ്യനെ ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ആനയിച്ച ആളുകൾ മറ്റൊരു തലത്തിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിക്കുന്നത് ക്രിസ്തുവിന് പ്രവേശനം സ്വാഭാവികമായും ആ വീട്ടിന്റെ മുൻവാതിലിലൂടെ ലഭിക്കാതെ വന്നപ്പോൾ സ്വന്തം വീടിന്റെ മേൽപ്പുര തുറക്കുവാൻ അനുവാദം കൊടുത്ത ഗൃഹനാഥൻ. അങ്ങനെ ക്രിസ്തുവും ഒരുപറ്റം മനുഷ്യരും ഗൃഹനാഥനും ഒക്കെ ചേർന്ന് ഒരുവന്റെ സൗഖ്യത്തിന് വേണ്ടി നിലകൊള്ളും. എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള സൗഹാർദ്ദപരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഈ മനുഷ്യൻ അവന്റെ അസ്വസ്ഥതകളിൽ നിന്ന് മുക്തനായി വിടുതൽ പ്രാപിച്ചൊരു സാധാരണ ജീവിതത്തിലേക്ക് വരുന്നതും കാണാൻ കഴിയും. ഈ വിടുതലും സാധാരണത്വമുള്ളൊരു ജീവിതമാണ് നാം ഉൾപ്പെടുന്ന മനുഷ്യവർഗത്തിന് ഈ ലോകത്തിൽ ആവശ്യം. അസ്വസ്ഥരായ, ഭയചകിതരായ, ഖിന്നരായ, ദുഃഖിതരായ, സങ്കടങ്ങളുടെ കടലിൽ ജീവിക്കുന്നവരായ ഒരുപാട് ആളുകൾക്ക് സൗഖ്യം പ്രദാനം ചെയ്യാനുള്ള പ്രക്രിയകളിൽ പങ്കുചേരുവാനും സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ സഹപ്രവർത്തകരാകി മാറുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഈ നാളുകളിൽ ഓർക്കുവാൻ കഴിയട്ടെ. ഈ മനുഷ്യന് സൗഖ്യം പ്രദാനം ചെയ്ത ആളുകളോട് നമുക്ക് ഒന്ന് പ്രയാണം ചെയ്യും. ഒന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപറ്റം ആളുകളാണ്. ഊരും പേരുമില്ലാത്ത ഒരുപറ്റം ആളുകൾ. 4 ആൾ എന്ന് മാത്രമേ അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത നിരവധി ആളുകളുടെ പേരുകൾ വ്യക്തമായി പ്രസ്താവിക്കുന്നുണ്ട്. ഭിക്ഷാന്തേഹികളുടെ പേരുകൾ പ്രസ്താവിക്കുന്നുണ്ട്. കവർച്ചക്കാരുടെയും കള്ളന്മാരുടെയും പേരുകൾ പ്രസ്താവിക്കുന്നുണ്ട്. പക്ഷേ ജീവിതത്തിൽ വലിയൊരു പുണ്യപ്രവൃത്തി അധ്വാനത്തോടെ ചെയ്ത ഈ മനുഷ്യരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 4 ആൾ എന്ന് മാത്രമാണ്. ഈ 4 ആളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ക്രിസ്തുവിന്റെ കൂട്ടുവേലക്കാരായി ജീവിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ ഈ 4 ആളുകളുടെ പക്ഷം ചേരുക എന്നുള്ളതാണ് കാലം നമ്മോട് ആവശ്യപ്പെടുന്ന വലിയ കാര്യം. ഈ 4 ആൾ അവരിൽ തന്നെ വൈയക്തികമായ പ്രത്യേകതകളും സവിശേഷതകളും ഉള്ളവരാണ്. ഡിഗ്നിറ്റി ഉള്ളവരാണ്. അവർക്ക് മഹത്വമുണ്ട്, ആദരവെല്ലാം ഉണ്ട്. ഓരോ ആളിനും അന്ന് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ മനുഷ്യൻ ചെയ്യുന്നത് അവരുടെ അന്നേ ദിവസത്തെ ഡ്യൂട്ടി എല്ലാം ഇന്ററപ്റ്റ് ചെയ്ത് അന്നത്തെ അവരുടെ പദ്ധതികളൊക്കെ ക്യാൻസലാക്കി, റദ്ദ് ചെയ്ത്, മാറ്റിവെച്ച് വഴിയിൽ കണ്ട ഈ സാധുവിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി തയ്യാറാവുകയാണ്. അവനെ ഉദ്ധരിക്കണം, വിടുവിക്കണം,
സമ്പൂർണ്ണ സൗഖ്യത്തിലേക്ക്, സാധാരണത്വമുള്ള ഒരു മനുഷ്യ ജീവിതത്തിലേക്ക് അവനെ കൊണ്ട് എത്തിക്കണമെന്നുള്ള വ്യഗ്രതയിൽ ഈ ആളുകൾ ഒന്നിച്ചുകൂടുകയാണ്. ഒന്നിച്ചുകൂടി അവനെ ഉയർത്തിയെടുത്ത് ദൂരം താണ്ടി ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ട് എത്തിക്കുന്നതിന് വരെയുള്ള സമയം അവരെ സംബന്ധിച്ചുള്ള നിർണായകമാണ്. അത്രയും സമയത്തെ അത്രയും ദൗത്യം ചെയ്യണമെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ആവശ്യമുണ്ട്. ഓരോ ക്രിയയും ഓരോ പ്രേരണയുടെ അനന്തരഫലമാണ് എന്ന് നാം വിശ്വസിക്കുന്നുണ്ട്. പ്രേരണകളില്ലാതെ ഒരിക്കലും ഒരു ക്രിയയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പ്രേരണകളാണ് ക്രിയകളെ ത്വരിതപ്പെടുത്തുന്നതും ശക്തീകരിക്കുന്നതും എന്ന് നമുക്കറിയാം. ഈ മനുഷ്യർക്ക് ഒരുപടി പ്രേരണകൾ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ വിശ്വസിക്കുന്നു. അതിൽ ഒന്നാമത്തെ പ്രേരണ ഞാൻ ചിന്തിക്കുന്നത് ഈ വഴിയിൽ കിടക്കുന്ന തളർവാദ രോഗിയോടുള്ള സ്നേഹമാണ്. ദ ലവ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്നേഹം ഒരു വികാരമല്ല അവർക്ക്, മറിച്ച് അത് പ്രകടിപ്പിക്കേണ്ട ഒരു മൂല്യമായിട്ടാണ് അവരിവിടെ അതിനെ ഉപയോഗിക്കുന്നത്. അവരുടെ ഉള്ളിൽ സഹജീവിയോട്, ആർത്തനോട്, ഖിന്നനോടുണ്ടായിരുന്ന സ്നേഹം ഒരു വികാരമായി പ്രകടിപ്പിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. സുഹൃത്തെ, നിന്നെ സ്നേഹിക്കണമെന്ന് ഞങ്ങൾക്കുണ്ട്, നിന്റെ കഷ്ടം ഞങ്ങൾ അറിയുന്നു, പക്ഷേ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ തിരക്കുള്ളവരാണ്, പല ഉത്തരവാദിത്വം ഞങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്, ബദ്ധപ്പാടുകളുണ്ട്, അവ ഉപേക്ഷിക്കുവാൻ അത് വേണ്ടതൊക്കെ ഞങ്ങൾക്ക് കഴിയുകയില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് സ്ഥലം ഒഴിയുവാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ അവർ ചെയ്തത് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹം എന്ന വികാരത്തെ പ്രാവർത്തിക തലത്തിലേക്ക് ആ മനുഷ്യർ കൊണ്ടെത്തിക്കുകയാണ്. ആ മനുഷ്യനോടുള്ള സ്നേഹം അന്നത്തെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ റദ്ദ് ചെയ്യുവാൻ, അവനിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തക്ക രീതിയിൽ ഉപയുക്തമാക്കപ്പെടുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു വികാരം കമ്പാഷനാണ്, ആർദ്രത, കരുണയൊക്കെയാണ്. കരുണയും ഒരു വികാരമായി ഉള്ളിൽ സൂക്ഷിക്കാതെ ഈ സ്നേഹത്തിൽ ചാലിച്ച് അവരുടെ കരുണ അവരോട് നിർവഹിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. സ്നേഹവും കരുണയും മാത്രമല്ല, അവരുടെ പ്രവർത്തനം ഒരു കമ്പൈൻഡ് എഫർട്ടായിരുന്നു. ഒരാൾ ഒറ്റയ്ക്കല്ല, അവർ പക്ഷെ ഒറ്റയ്ക്ക് ഈ മനുഷ്യനെ ഉയർത്തിയെടുക്കുവാനും ഇത്രയും ദൂരം സഞ്ചരിക്കുവാനും ക്രിസ്തുവിന്റെ അടുക്കലോളം കൊണ്ടെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. 4 പേരും ഒരേ മനസ്സോടുകൂടി, 4 ശരീരങ്ങൾ ആയിരുന്നെങ്കിലും ഒരേ മനസ്സോടും ഒരേ സമർപ്പണത്തോടും ഒരേ താല്പര്യത്തോടും ഒന്നിക്കുകയും ഒരേ ലക്ഷ്യത്തിലേക്ക് തടസ്സങ്ങൾ അതിജീവിച്ചെത്തുവാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ഒരു കമ്പൈൻഡ് എഫർട്ട്. മാത്രമല്ല, അവർക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു, നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. അതെന്താണ്? വഴിയിൽ എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും, പിന്തിരിപ്പിക്കുവാൻ ഏതെല്ലാം ശക്തി ശ്രമിച്ചാലും ഈ ആളിനെ ക്രിസ്തു ഉള്ള വീട്ടിൽ എത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ള നിശ്ചയദാർഢ്യം. അങ്ങനെ സ്നേഹത്തിന്റെയും കരുണയുടെയും ഒന്നിച്ചുള്ള മുന്നേറ്റത്തിന്റെയും മാത്രമല്ല നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമായി ഈ ആളുകൾക്ക് അവനെ ഉയർത്തിയെടുക്കുവാൻ യേശുവിന്റെ അടുക്കലും കൊണ്ടെത്തിക്കുവാനും കഴിഞ്ഞു. സൗഖ്യത്തിന്റെ വർഷം നമ്മുടെ സഭ ആചരിക്കുമ്പോൾ ഈ സാധുക്കളായ മേൽവിലാസമില്ലാത്ത ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നതിന്റെ വെളിച്ചം നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പേരിനും പ്രശസ്തിക്കും പെരുമയ്ക്കും വേണ്ടിയാണ് നമ്മുടെ ശുശ്രൂഷകളെല്ലാം. പേര് വരണം, 4 ആൾ അറിയണം, പടമുണ്ടാകണം, ബാനർ ഉണ്ടാകണം, ഫ്ലെക്സും ബാനറും ഉണ്ടാകണം, എങ്കിലേ നമുക്ക് ചില ചെയ്തികൾ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന സ്നേഹം, കരുണ മുതലായിട്ടുള്ള വികാരങ്ങളായി തന്നെ നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്നു. അവയ്ക്കൊന്നും പ്രാവർത്തിക രൂപം കൈവരുന്നില്ല എന്നുള്ളത് വേദനയോടെ ഈ വർഷത്തിന് തുടക്കത്തിൽ നമ്മൾ ഓർക്കണം. സാധ്യതകളുടെ ഒരു വർഷം ദൈവം നമുക്ക് മുമ്പിൽ ഒരുക്കി തരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങൾ, സ്നേഹത്തിന്റെ വികാരങ്ങൾ, ആർദ്രതയുടെ വികാരങ്ങൾ, ഒന്നിപ്പ് എന്നതിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ക്രിയാത്മകമായ ഒരു തലത്തിലേക്ക് എത്തുവാൻ കഴിയണം. അവിടെയാണ് നീതി നിർവഹിക്കാൻ നമുക്ക് കഴിയും. ദൈവത്തോടും സഹ മനുഷ്യരോടും ഒന്നിച്ചു വരുവാൻ നമുക്ക് കഴിയണം. അവർക്ക് മേൽവിലാസങ്ങൾ വേണ്ട, പേരും പ്രശസ്തിയും വേണ്ട. അവർക്ക് മുമ്പിൽ ഒരു ക്രിയ മാത്രമേ ഉള്ളൂ. ഞങ്ങളെപ്പോലെ സ്വാധീനമില്ലാത്ത, ഞങ്ങളെപ്പോലെ സ്വാതന്ത്ര്യമില്ലാത്ത, ഞങ്ങളെപ്പോലെ ചലിക്കുവാൻ കഴിയുന്ന ഒരുവനല്ല. അവനെ എത്രയും വേഗത്തിൽ അനുഗ്രഹത്തിന്റെ ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്നുള്ള വ്യഗ്രതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ വ്യഗ്രതയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആ മനുഷ്യർ തയ്യാറെടുക്കുമ്പോൾ 4 ആൾ ആയി നിൽക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ഇന്ന് 4 ആളാകുക എന്ന് പറയുന്ന ചെറുതാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വലുതാകാനുള്ള വ്യഗ്രതയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. വലുതാകാൻ എല്ലാവർക്കും വ്യഗ്രത. സ്ഥാനങ്ങളിൽ വന്ന്, ശുശ്രൂഷകളിൽ വന്ന്, പേരും പെരുമയും ആർജിച്ച് വലുതാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നാൽ ക്രിസ്തു നമ്മളെ വെല്ലുവിളിക്കുന്നു. വേദപുസ്തകത്തിൽ നാം കാണുന്ന മഹാരഥന്മാർ പലരും, ദൈവത്തിന്റെ അഭിഷിക്തന്മാർ നമ്മളെ വെല്ലുവിളിക്കുന്നത്
ചെറുതാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്നുള്ളതാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, ക്രിസ്തുവോ വളരണം, ഞാൻ ചെറുതാകണം. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം. വലുതാകാൻ വളരെ എളുപ്പമാണ്, എന്നാൽ ചെറുതാകാനാണ് ഏറ്റവും വലിയ ശ്രമവും സമർപ്പണവും കഷ്ടതയും ആവശ്യമുള്ളത്. നാലാൾ എന്ന ലേബലുകളില്ലാതെ, മേൽവിലാസങ്ങളില്ലാതെ, ഊരും പേരുമില്ലാതെ അറിയപ്പെടാൻ കഴിയുന്നതാണ് ജീവിതത്തിന്റെ സന്തോഷമെന്ന് ദൈവത്തിന്റെ ജനത ഓർക്കണം. ആ തലത്തിലേക്ക് വരാൻ കഴിയുന്നുവെങ്കിൽ സമൂഹം സൗഖ്യമുള്ളതായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ കൂട്ടത്തിൽ മുറിവേറ്റവരും വേദനിക്കുന്നവരും തളർന്നവരും ഉള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ദുഃഖമായിരിക്കണമെന്ന്. അനുദിന ജീവിത വഴികളിൽ അവരെ കണ്ടിട്ടും കാണാത്തവരെ പോലെ മാറി കടന്നു പോകുന്നിടത്ത് സമൂഹം എന്നും രോഗാതുരമായ സമൂഹമായിരിക്കും. എന്നാൽ ഈ രോഗാതുരമായ സമൂഹത്തെ സൗഖ്യമുള്ള സമൂഹമായി പരിവർത്തിപ്പിക്കുന്നതിന് വഴിയിൽ കാണുന്ന ചില കാഴ്ചകളിൽ കണ്ണുകൾ ഉടക്കി അവരെ സഹായിക്കാൻ പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് വരുമ്പോഴാണ് ജീവിതം സുഖകരമായ ഒരു അനുഭവമായി മാറുന്നത്. ജീവിതത്തെ സുഖകരമാക്കുവാൻ, സൗഖ്യം പ്രദാനം ചെയ്യുവാൻ നമുക്ക് മനസ്സുണ്ടാകും. അതിന് ക്രിസ്തുവിനെ കാണാനുള്ള കഴിവ് പോലെ നമുക്ക് കഴിവുണ്ടാകാം. നമ്മൾ ഒരുപാട് കാഴ്ച ശക്തിയുള്ളവരാണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരുപാട് കാണാൻ കഴിവുള്ളവരാണ്. എന്നാൽ ഈ സൗഖ്യത്തിന്റെ വർഷത്തിൽ നമ്മുടെ കാഴ്ചകൾ സാധാരണ കാഴ്ചകളാവാതിരിക്കട്ടെ. നമ്മുടെ കാഴ്ചകൾ ക്രിസ്തുവിന്റെ കണ്ണിന്റെ കാഴ്ചകൾക്ക് തുല്യമായി മാറട്ടെ. ക്രിസ്തുവിന്റെ കാഴ്ചകളൊക്കെ സവിശേഷതയുള്ള കാഴ്ചകളായിരുന്നു. നൈൻ പട്ടണത്തിൽ നമുക്കറിയാം, ഒരു വിലാപയാത്രയും ഒരു ഘോഷയാത്രയും പരസ്പരം അഭിമുഖീകരിക്കുകയാണ്. ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ശിഷ്യന്മാരും ക്രിസ്തുവിന് വേണ്ടി ആർപ്പുവിളികൾ ഉയർത്തുന്ന ഒരു വലിയ പുരുഷാരവും പോകുമ്പോൾ എതിരെ വരുന്നത് ഒരു വിലാപയാത്രയാണ്. മരിച്ചവൻ ഒരു ചെറുപ്പക്കാരനാണ്, അവന്റെ അമ്മയുണ്ട്. അവനെയും അവന്റെ കുടുംബത്തെയും ഒക്കെ ഓർത്ത് കരയുന്ന, വിയോഗത്തിനെ ഓർത്ത് വിലപിക്കുന്ന ഒരു സമൂഹമാണ് വഴിയോടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു വിലാപയാത്ര കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണുകൾ അന്വേഷിക്കുന്നത് ആരായിരിക്കും മൃത്യുവിനിരയായി തീർന്ന ആളുകൾ. മഞ്ചലിലോ ആംബുലൻസിലോ എവിടെയാണ് ഈ മൃതദേഹമുള്ളത്, അവരുടെ ശിരസിന്റെ ഭാഗത്തായിരിക്കും നമ്മുടെ കണ്ണുകൾ അന്വേഷിക്കുക. എന്നാൽ ഈ വിലാപയാത്രയും ഘോഷയാത്രയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ക്രിസ്തുവിന്റെ കണ്ണുകൾ എത്തി നിൽക്കുന്നത് മരിച്ചവൻ ആരാണെന്ന് അന്വേഷിക്കാനല്ല, പൂർണ്ണമായും മരിച്ച അതേസമയം ജീവനുള്ള ഒരു സ്ത്രീ ആ കൂട്ടത്തിലുണ്ട്. അവരിലായിരുന്നു ക്രിസ്തുനാഥന്റെ കണ്ണുകൾ വന്ന് പതിച്ചത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ അബലകളാണ്, സ്വാധീനമില്ലാത്തവരാണ്, ശബ്ദമില്ലാത്തവരാണ്, സാങ്കത്യമില്ലാത്തവരാണ്. ഭർത്തൃമതിയായ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുമ്പോൾ അവൾ പാതി മരിച്ചവളാണ്. എന്നാൽ മകൻ കൂടി നഷ്ടപ്പെടുമ്പോൾ അവൾ പൂർണ്ണമായും മരിച്ചവളാണ്. ക്രിസ്തു കാണുന്നത് പൂർണ്ണമായും മരിച്ചുകൊണ്ടിരിക്കുന്ന അസാധു സ്ത്രീയാണ്. ക്രിസ്തുവിന്റെ കാഴ്ചകൾക്ക് തുല്യമായ കാഴ്ചകൾ ഉണ്ടാകാൻ നമുക്ക് കഴിയണം. യേശു ചിലരെ നോക്കി, ആ നോട്ടം അനേകർക്ക് പരിവർത്തനമുണ്ടാക്കി. യേശു ചിലരെ കണ്ടു, ആ കാഴ്ച അവനിൽ കരുണയുടെ രസം ജ്വലിപ്പിച്ചു. യേശു ചിലരെ കാണാൻ കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം സൗഖ്യത്തിന്റെ നൂതന തലങ്ങളിലേക്ക് എത്തുവാൻ കഴിഞ്ഞു. സൗഖ്യത്തിന്റെ വർഷം ആചരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കണ്ണുകൾ നമുക്കുണ്ടാവട്ടെ. ക്രിസ്തു കണ്ടതുപോലെ കാണുവാൻ കഴിയട്ടെ. ക്രിസ്തു കണ്ടവരെ കാണാൻ നമുക്ക് കഴിയട്ടെ. ഇന്ന് നമ്മുടെയൊക്കെ അനുദിന ജീവിത വഴികളിൽ പക്ഷപാതക്കാരുണ്ട്, മുറിവേറ്റവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്, സമൂഹം തള്ളിയവരുണ്ട്, ആർക്കും വേണ്ടാത്തവരുണ്ട്. അവരെ കാണുവാനും അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനും കഴിയുന്നിടത്താണ് ജീവിതത്തിന്റെ അനുഗ്രഹം തിരിച്ചറിയാൻ കഴിയണം. പുരോഹിതനും ലേവ്യനും സഞ്ചരിച്ച വഴിയിൽ മുറിവേറ്റവരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കാഴ്ച എന്ന് പറയുന്നത് രസകരമാണ്. പുരോഹിതൻ കണ്ടു, പക്ഷെ കണ്ടിട്ട് മാറി കടന്നുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ലേവ്യനും അങ്ങനെ തന്നെ. ലേവ്യൻ കണ്ടു, പള്ളിയിലെ ശുശ്രൂഷകനാണ്, കണ്ടു, അവൻ മാറി കടന്നുപോയി എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ മുറിവേറ്റ് കിടക്കുന്നവന്റെ ശത്രു എന്ന് കരുതപ്പെടുന്ന സമറിയക്കാരന്റെ കണ്ണിലും ഈ കാഴ്ച വന്നു. പക്ഷെ അവൻ കണ്ടിട്ട് ഓടി അടുത്ത് ചെല്ലുകയും ഒപ്പം നിന്ന് ശുശ്രൂഷിക്കുകയും ചെയ്യുകയായിരുന്നു. അവനും അവന്റെ ജീവിതത്തിന്റെ അന്നത്തെ പ്രോഗ്രാമുകളൊക്കെ ഇൻവെർട്ട് ചെയ്തു. അവന്റെ പഴ്സ് ഈ മനുഷ്യന് വേണ്ടി വിട്ടുകൊടുത്തു. അവന്റെ വിലയേറിയ സമയം കൊടുത്തു. അവന്റെ വാഹനമൃഗത്തിൽ ഈ അപരിചിതനെ കയറ്റിയിരുത്തി അവർ നടന്ന് അടുത്ത സത്രത്തിലെത്തി അവനെ ശുശ്രൂഷിക്കുകയാണ്. പരിചയമില്ലാത്ത അവരിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ദൗത്യം. ബഹുമാന്യരെ, തിരുസഭയുടെ സന്തതികൾ എന്ന നിലയിൽ നമുക്ക് ഉത്തരവാദിത്തം നാലാളോട് കൂടെ ചേരാൻ, അവരെ പോലെ ചെറുതാകാൻ കഴിയണം. അവരിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ, സമയം കൊടുക്കുവാൻ, മനസ്സ് കൊടുക്കുവാൻ, കരുണ കൊടുക്കുവാൻ, സ്നേഹം കൊടുക്കുവാൻ, അവരിന് വേണ്ടി ഒന്നിക്കാൻ നമുക്ക് കഴിയണം.
ഈ ഒന്നിപ്പാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. അവരൊന്നായിരുന്നു. വ്യത്യസ്ത ചിന്തകളും ആശയങ്ങളും മനോഭാവങ്ങളും ഉണ്ടായിരുന്ന ആളുകൾ, പക്ഷേ ഒരു ജീവകാരുണ്യ പ്രവൃത്തിക്ക് വേണ്ടി ഒന്നിക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സഭയ്ക്ക് സൗഖ്യത്തിന്റെ വർഷം ഒന്നിപ്പിന്റെ വർഷമായിരിക്കണം. ഒന്നിപ്പിലൂടെ മാത്രമേ ഇതുപോലെയുള്ള ശുശ്രൂഷ ദൗത്യങ്ങൾ ഏറ്റെടുക്കുവാനും നിർവഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമത് ഞാൻ അഭിനന്ദിക്കുന്ന ഒരു വ്യക്തിത്വം ഇവിടെ യേശു ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന വീടിന്റെ ഉടമസ്ഥനെയാണ്. ഈ 4 ആൾ വഴിയെ ഇവനെ ചുമന്നുകൊണ്ട് വന്നു. പക്ഷേ പ്രധാന വാതിലൂടെ വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം പുരുഷാരം ഒരു തടസ്സമായി. എത്ര നിർബന്ധിച്ചാലും എത്ര ശകാരിച്ചാലും ശാസിച്ചാലും ഒരുപക്ഷെ യേശുവിനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന പുരുഷാരം ആ ശ്രദ്ധയിൽ നിന്ന് അകലുമായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞ ആളുകൾ വേണമെങ്കിൽ ഈ സ്ട്രെച്ചർ അവിടെ വെച്ചിട്ട് തിരിച്ചു പോകാമായിരുന്നു. ഞങ്ങൾ ദൂരെ ഇവനെ കണ്ടെത്തി ഇവിടെ വരെ കൊണ്ടുവന്നു, ഇനി വേണമെങ്കിൽ ഇവിടെ നിൽക്കുന്നവർ ചെയ്യട്ടെ, ഇവിടെ നിന്ന് യേശുവിലേക്കുള്ള ദൂരം വളരെ ചെറുതാണ്, അവരത് എടുക്കട്ടെ കാണട്ടെ എന്ന് പറഞ്ഞ് ഒഴിയാമായിരുന്നു. അവർ ഒഴിയുന്നില്ല. ജനക്കൂട്ടം അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു. തടസ്സങ്ങൾ അവരെ സ്വാധീനിച്ചില്ല. മുമ്പിലുണ്ടായിരുന്ന വിഘ്നങ്ങൾക്ക് അവർക്ക് പ്രശ്നമേ ആയിരുന്നില്ല. ആ ആളുകൾ ആ വീടിന്റെ പുറത്തേക്ക് കയറി മേൽപ്പുര തുറന്ന് അവനെ താഴേക്ക് ഇറക്കി വെക്കുകയായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ചിന്തിക്കുന്നത് ആ വീട്ടുടേനും അതിൽ സഹകരിച്ചു എന്നുള്ളതാണ്. ഒരുവന്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഒരുവന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി, ഒരുവന്റെ ജീവന്റെ അവസ്ഥകൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സ്വന്തം ഗൃഹം തകർക്കപ്പെടുവാൻ ആ മനുഷ്യൻ മനസ്സ് വെച്ചു എന്നുകൊണ്ട് അനുമാനിക്കാം. ഞാൻ സ്നേഹത്തോടെ സ്വയം ഓർമ്മിക്കുകയും എല്ലാവരും ഓർമ്മിപ്പിക്കുകയും ചെയ്യട്ടെ. സൗഖ്യദായക ശുശ്രൂഷ ചെലവുള്ളതാണ്. അതിനുവേണ്ടി വലിയ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്ത് വിലയാണ് കൊടുക്കുന്നത്? കേവലം പ്രാർത്ഥനകൾ മാത്രമല്ല. ഇരിക്കുന്നിടത്തുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർത്തുകൊള്ളാം, നിങ്ങൾ രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളാം എന്ന് മാത്രം പറയുന്ന വാക്കുകളല്ല ഇന്നത്തെ ഇത് കാലഘട്ടത്തിന് ആവശ്യം. അവരുടെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ എന്ത് വില കൊടുക്കുന്നു, എനിക്ക് എന്ത് നഷ്ടമുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. കിടന്നുറങ്ങേണ്ട സ്വന്തം പുര, വിശ്രമിക്കേണ്ട സ്വന്തം ഇടം, അത് തകർക്കുവാൻ അനുവാദം കൊടുക്കുന്ന ഗൃഹനാഥൻ ഈ മനുഷ്യന് സൗഖ്യം പ്രദാനം ചെയ്യുന്ന ശുശ്രൂഷയിൽ ഈ 4 ആളുകൾക്കൊപ്പം നിൽക്കുകയായിരുന്നു. അയാളും കൂടിച്ചേരുകയായിരുന്നു. ഒരു ശൃംഖല പോലെ, ഒരു കണ്ണി പോലെ, ഒരു ചങ്ങലയുടെ കണ്ണി പോലെ അവനും അതിൽ പങ്കുചേരുന്ന മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലവ് ജീവൻ നമുക്ക് എന്തുണ്ട്? നമുക്ക് മുറിവുകൾ ഉണ്ടാകണം, നമുക്കും നൊമ്പരങ്ങൾ ഉണ്ടാവണം. വേദനിക്കുന്നവനെ പേറുന്നതിനാൽ നമുക്കും വേദന ഉണ്ടാവണം. മുറിവേറ്റവനെ വഹിക്കുന്നതിൽ നമുക്ക് മുറിവുകൾ ഉണ്ടാകണം. നമ്മളും അസ്വസ്ഥരാകണം. അവരെ കുറിച്ചുള്ള ഭാരമുണ്ടാകണം. അവിടെയാണ് അവരുടെ സൗഖ്യം സുഖദായകമായ ഒരു സൗഖ്യമായി മാറുന്നത്. ഗൃഹനാഥനെ പോലെ അവരുടെ സൗഖ്യത്തിന് വേണ്ടി തകരുവാനും തകർച്ചകൾ ഏൽക്കുവാനും മുറിവുകൾ ഏൽക്കുവാനും നഷ്ടപ്പെടുത്തുവാനും ഉടവുകൾ ഉണ്ടാകുവാനും വ്യയം ഉണ്ടാകുവാനും കഴിയുന്ന മനോഭാവം സന്തോഷമുള്ള മനോഭാവമാണ്. വിശുദ്ധ വേദപുസ്തകം ഉടനീളം പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ അങ്ങനെയാണ്. സൗഖ്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പലതും നഷ്ടപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. സൗഖ്യദായക ശുശ്രൂഷ ഇന്ന് നമ്മുടെ മുമ്പിൽ വരുന്ന ഏറ്റവും മനോഹരമായ ചിത്രം ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ സമറിയക്കാരുടെ ചിത്രം തന്നെയാണ്. വഴിയിൽ മുറിവേറ്റ് കിടന്ന ശത്രുവായിരുന്ന യഹൂദനെ ശുശ്രൂഷിക്കുക വഴി അവന്റെ ജീവിതത്തിൽ നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ. അവന്റെ കയ്യിലുള്ള മുഴുവനും പണം തീർന്നു. മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ബാധ്യത കൂടി ഏറ്റെടുത്തുകൊള്ളാമെന്ന് അവൻ പ്രഖ്യാപിക്കുകയാണ്. അവന്റെ സമയനഷ്ടം, പണം നഷ്ടം, ആരോഗ്യം നഷ്ടം, ഇതെല്ലാം നഷ്ടമായിരുന്നുവെങ്കിൽ ആ നഷ്ടമെല്ലാം സന്തോഷത്തോടെ അവൻ സ്വീകരിക്കണം. അങ്ങനെ അവരിന് വേണ്ടി, അപരിചിതന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തിയതിന്റെ മാതൃക പിന്തുടരാണ് ക്രിസ്തു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. കഥയുടെ ഒടുവിൽ ക്രിസ്തു ചോദ്യകർത്താവിനോട് പറയുന്നത്, യു ഓൾസോ ഗോ ആൻഡ് ഡു ലൈക്വൈസ് എന്നാണ്. നീ പോയി അങ്ങനെ തന്നെ ചെയ്യുക. സൗഖ്യവർഷം ആരംഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശം, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക, നിങ്ങളും പോയി അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെ സമറിയക്കാരൻ ചെയ്തതുപോലെ നിനക്കുള്ളത് നഷ്ടപ്പെടുത്തുക എന്നതാണ്. മനോഹരമായ പുഞ്ചിരി നമുക്കുണ്ട്, നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. പുഞ്ചിരിക്കുവാൻ പലപ്പോഴും വിസമ്മതിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പുഞ്ചിരി കടിച്ചു പിടിച്ച് കഴിയുന്ന മറ്റുള്ളവരുടെ അകൽച്ചയും വിദ്വേഷവും ഒക്കെ പ്രകടിപ്പിക്കാൻ വകരം നമുക്ക് പലപ്പോഴും ഉണ്ട്. ദൈവം തന്നിരിക്കുന്ന ചിരിക്കുവാനുള്ള, പുഞ്ചിരിക്കുവാനുള്ള മനോഹരമായ വരം ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട് നമ്മൾ പലപ്പോഴും. ഒരു ഷെയ്ക്ക് ഹാൻഡ്, ഒപ്പം ഒരാളുടെ കൂടെ പോകാൻ കഴിയുന്നൊരു മനസ്സ്, ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന താല്പര്യം, സ്നേഹിത നിനക്ക് വേണ്ടി ഞാൻ ഉണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്നൊരു സാഹചര്യം,
അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒപ്പം കൂടിച്ചേരുക, അവൈലബിൾ ആകുക എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ നന്മയാണ്. നമ്മുടെ വാക്കുകൾ ഓഫർ ചെയ്യുന്നത് മാത്രമല്ല, അതിന് വലിയ വില ആവശ്യമില്ല, ചെലവ് ആവശ്യമില്ല, വളരെ ഈസിയാണ്. എന്നാൽ ഒപ്പം ഇരിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ നന്മ. സമരിയാക്കാരൻ ഒപ്പം ഇരുന്നവരാണ്, ഒപ്പം നടന്നവരാണ്. 4 ആൾ ഒപ്പം കൂടിയവരാണ്, ഒപ്പം നടന്നവരാണ്, ഒപ്പം ജീവിച്ചവരാണ്. ഈ സൗഖ്യദായക വർഷത്തിൽ നമ്മുടെ സഹചരർക്കൊപ്പം, നമ്മുടെ സഹപ്രവർത്തകർക്കൊപ്പം, സഭാവിശ്വാസികൾക്കൊപ്പം സഞ്ചരിക്കുവാൻ, ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് അനേകരിൽ സൗഖ്യം ഉണ്ടാക്കാൻ കഴിയുന്നത്. ഈ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ടാണ് സൗഖ്യം ഇവിടെ പ്രദാനം ചെയ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. എന്താണ് ക്രിസ്തു അവരിൽ കണ്ട വിശ്വാസം? ക്രിസ്തു നോക്കിയപ്പോൾ 4 പേർ ഒരു സ്ട്രക്ചർ ചുമന്നുകൊണ്ട് വരുന്നു. മേൽപ്പുര തുറന്നിറക്കി കർത്താവിന് മുമ്പിലേക്ക് വെച്ചു. അവരൊന്നും ഡിമാൻഡ് ചെയ്തില്ല, അവരങ്ങ് പോയി. യേശുവും ഈ 4 ആളുകളിൽ നിന്നും എന്തെങ്കിലും കോൺവെർസേഷനോ എന്തെങ്കിലും ഡയലോഗോ ആശയവിനിമയങ്ങളോ ഉണ്ടതായി സുവിശേഷകാരൻ രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്നും ഉണ്ടായില്ലെന്ന് നമുക്ക് അനുമാനിക്കാം. അവർക്ക് കുറച്ച് ശബ്ദമേ ഉണ്ടായിരുന്നുള്ളൂ, മറിച്ച് കൂടുതൽ പ്രവൃത്തി അവർക്കുണ്ടായിരുന്നു. നമുക്കിന്ന് കൂടുതൽ ശബ്ദവും കുറച്ച് പ്രവൃത്തി അല്ലെങ്കിൽ പ്രവൃത്തികൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആ അവസ്ഥയ്ക്കും സൗഖ്യദായക വർഷത്തിൽ മാറ്റം ഉണ്ടാകണം. ശബ്ദം കുറച്ച് മതി, വാക്കുകൾ കുറച്ച് മതി. സമൂഹം പ്രതീക്ഷിക്കുന്നത്, ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കൂടുതൽ പ്രവൃത്തികളാണ്, കൂടുതൽ പുണ്യങ്ങളാണ്, കൂടുതൽ ക്രിയകളാണെന്ന് ഓർക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ക്രിസ്തു അവരുടെ വിശ്വാസം കണ്ടിട്ട് സൗഖ്യം കൊടുക്കുന്നു. എന്താണ് അവരിൽ കണ്ട വിശ്വാസം? സ്ട്രക്ചറും പിടിച്ചുകൊണ്ട് വന്നവർക്ക് എന്താണ് വിശ്വാസമുള്ളത്? ക്രിസ്തു കണ്ടത് ഒരുപാട് കാര്യങ്ങളാണ്. അവരുടെ സമർപ്പണം, അവരുടെ സ്നേഹം, അവരുടെ ആർദ്രത. ഇത് കേവലം വികാരങ്ങളായി ഹൃദയത്തിന്റെ ഉള്ളിൽ പൂഴ്ത്തി വെക്കാതെ അത് പുറത്തെടുത്ത് പ്രാവർത്തിക തലത്തിലേക്ക് കൊണ്ടുവന്ന് എന്നുള്ളതാണ് അവരിൽ കണ്ട ക്രിസ്തുവിന്റെ വിശ്വാസം. മാത്രമല്ല, ഇത്രയും ദൂരം അവനെയും ചുമന്നുകൊണ്ട് അവന്റെ ഭാരം ചുമക്കുവാൻ, അവനുവേണ്ടി ഭാരവാഹികളാകുവാൻ, ജീവിതത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ അവർ കാണിച്ച വ്യഗ്രത. മുമ്പിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടും ആ തടസ്സങ്ങളെ കണ്ട് പകച്ചു നിൽക്കാതെ എത്രയും വേഗത്തിൽ രക്ഷകന്റെ അടുക്കലേക്ക് അവൻ എത്തിക്കാനുള്ള വഴികൾ അവർ അന്വേഷിച്ചതും കർത്താവ് കണ്ടു. സ്വന്തം ജീവിതത്തിന്റെ നന്മകൾ വേണ്ടെന്ന് വെച്ചതും, ഈ അവരിന് വേണ്ടി ജീവിതത്തിന് മുഖ്യവില കൊടുത്തതും, ജീവിതത്തിന്റെ പ്രയോറിറ്റികൾ മാറ്റി എഴുതിയതും കർത്താവ് കണ്ടു. ഇന്ന് ക്രിസ്തു നമ്മിൽ കാണുന്ന വിശ്വാസം അനുസരിച്ചാണ് സമൂഹത്തിന് സൗഖ്യം കിട്ടുന്നതെന്ന് മറന്നു പോകരുത്. CSI സഭ സമൂഹത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സഭയാണ്. 1814 മിഷണറിമാർ 1879 തുടങ്ങി മഹായിടവകയുടെ ജീവിതത്തിന്റെ പ്രയാണം മുഴുവനും സമൂഹത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അന്യർക്ക് വേണ്ടി ജീവിച്ച മഹാരഥന്മാർ, മറ്റുള്ളവരുടെ സുഖത്തിനും നന്മയ്ക്കും ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി നിലകൊണ്ട മഹാരഥന്മാർ, അതായിരുന്നു മിഷണറിമാർ, ആംഗല മിഷണറിമാർ. നമ്മളോ എവിടെ നിൽക്കുന്നു? സ്വന്തം സുഖത്തിനും സ്വന്തം നന്മയ്ക്കും വേണ്ടി മാത്രം ജീവിക്കുന്നവരായി മാറിയത് ഒരിക്കലും. ഈ സഭയുടെ മക്കളാണ് നാം എങ്കിൽ സമൂഹത്തിന്റെ സൗഖ്യം, അന്യരുടെ സൗഖ്യം നമ്മുടെ മുഖ്യമന്ത്രിയാവണം. ബന്ധങ്ങളിൽ സൗഖ്യമുണ്ടാകണം, ബന്ധങ്ങളിലെ മുറിവുകൾ ഉണങ്ങണം. പക്ഷപാതക്കാരൻ എന്റെയും സ്നേഹിതനാണ്, എന്റെ സഹോദരനാണെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ബന്ധങ്ങളിലെ മുറിവുണക്കാൻ നമുക്ക് താല്പര്യമുണ്ടാകും. ഈ ആളുകൾ ഉത്സുകരായിരുന്നു, നമ്മളോ പിന്മാറ്റത്തിലാണ്. പിന്മാറ്റവും ദൈവം ചികിത്സിക്കുന്ന ഒരു രോഗമാണ്. ഔത്സക്യത്തോടുകൂടി മുൻപോട്ട് വന്നവരെ പോലെ എല്ലാ നിഷ്ക്രിയത്വവും, നിസ്സംഗതയും, മടിയും അലസതയും മാറ്റിവെച്ച് ഉത്സുകരാകുവാൻ, കഠിനാധ്വാനികളാകാൻ, കർമ്മധീരരാകുവാൻ നമുക്ക് കഴിയേണ്ട ഒരു വർഷമാണ് നമുക്ക് മുമ്പിലുള്ള ഓർമ്മപ്പെടുത്തി ഞാൻ ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു അവരുടെ വിശ്വാസം കണ്ടു. അതുകൊണ്ട് ഈ വർഷം മുഴുവൻ നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു 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 ഓർമ്മപ്പെടുത്തൽ എന്നതാണ്? ക്രിസ്തു നോക്കിക്കൊണ്ടിരിക്കുന്നു, നമ്മിൽ നിന്ന് വരാൻ പോകുന്ന വിശ്വാസം ഉണ്ടാണ്. ക്രിസ്തു അന്വേഷിക്കുന്നു, നമ്മിൽ നിന്ന് പുറത്തു വരുന്ന വിശ്വാസം ഉണ്ടാണ്. ആ വിശ്വാസം നമ്മിൽ കണ്ടെത്തുവാൻ ക്രിസ്തുവിന് ഈ വർഷം കഴിയണം. മഹായിടവകയിൽ ഓരോ സന്താനത്തിലും കണ്ടെത്തുവാൻ ദൈവത്തിന് കഴിയണം. ഓരോ ശുശ്രൂഷകയിലും, ഓരോ സഭാവിശ്വാസിയിലും, ഓരോ മിഷണറിയിലും ഈ വിശ്വാസം കണ്ടെത്തുവാൻ ദൈവത്തിന് കഴിയണം നമ്മുടെ മഹായിടവകയിൽ. ഒടുവിലായി ക്രിസ്തു അവന് സൗഖ്യം കൊടുക്കുന്നു. ക്രിസ്തു അവന്റെ പാപങ്ങൾ മോചിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, പക്ഷപാതം എന്ന് പറയുന്നത് ഒരു ചൈതന്യത്തിന്റെ ക്ഷയമാണ്. അവനുള്ള കരിസ്മ ക്ഷയിച്ചു പോയതാണ്. കർത്താവ് തിരികെ കൊടുക്കുകയാണ്. അവന്റെ പാപിയായിരിക്കാം, പാപങ്ങളായിരിക്കാം അവന്റെ ചൈതന്യ ക്ഷയത്തിന്റെ കാരണമെങ്കിലും ക്രിസ്തു അവനെ മകനെ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ പാപിയെ, ഈ അപരിചിതനെ കർത്താവ് അഭിസംബോധന ചെയ്യുന്നത്. ക്രിസ്തുവിന് എല്ലാവരും മക്കളാണ്. അവിടെ വേർതിരിവുകളില്ല. അപരനെന്നോ അന്യരാജ്യക്കാരനെന്നോ തൊഴിലാളിയെന്നോ നികൃഷ്ടനോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നും കർത്താവിനില്ല. അവന് എല്ലാവരും മകനാണ്, മകളാണ്. നമുക്ക് ഈ മനോഭാവം എടുക്കാൻ ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയണം.
മകനെ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിനെ അഭിസംബോധന ചെയ്യുകയും അവനിൽ സമ്പൂർണ്ണ സൗഖ്യം തിരിച്ചു കൊടുക്കുക. എന്താണ്? അവനെ ചുമന്നുകൊണ്ടാണ് കുറെ പേർ വന്നത്. ഇന്നവനെ ഇനി ചുമക്കാൻ ആരും വേണ്ട. അവൻ കിടന്നു വന്നിരുന്ന മെത്ത ഇന്ന് അവന്റെ തലയിലാണ്. കർത്താവ് പറയും, നിന്റെ കിടക്കെടുത്ത് നീ മടങ്ങുക. നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നീ തന്നെ വഹിക്കുന്ന കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ബി സെൽഫ് റൂട്ടഡ്, ബി സെൽഫ് സഫിഷ്യന്റ്. അതാണ് കർത്താവ് പറഞ്ഞത്. സ്വന്തം കാലിൽ നിൽക്കുവാൻ അവനെ പ്രാപ്തിപ്പെടുത്തി കർത്താവ് മടക്കി വയ്ക്കുകയാണ്. അവന്റെ ജീവിതത്തിന്റെ ഭാരം മുഴുവനും വഹിക്കാൻ പ്രാപ്തിയുള്ളവനാക്കി, സ്വയം പര്യാപ്തനാക്കി കർത്താവിനെ പരിവർത്തിപ്പിക്കുകയാണ്. നമുക്ക് മുമ്പിൽ ക്രിസ്തുനാഥൻ തരുന്ന ദൗത്യം ഈ പുതിയ വർഷം ഇതാണ്. മനുഷ്യരെ സ്വയം പര്യാപ്തത്തിൽ എത്തിക്കുവാൻ വേണ്ട സഹായഹസ്തം നീട്ടിക്കൊടുക്കുക. അതാണ് സൗഖ്യദായക ശുശ്രൂഷ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കുന്നത് എന്തിനാണ്? ചെറുതാകുവാൻ, നാലാളിന്റെ സ്ഥാനത്തേക്ക് വരുവാൻ, വഴിയിൽ ഉള്ള ജീവിതങ്ങളെ കണ്ടെത്തുവാൻ, സ്നേഹത്തോടെ, ആർദ്രതയോടെ, ഒന്നിപ്പിന്റെ മനസ്സോടെ, നിശ്ചയദാർഢ്യത്തോടുകൂടെ അവരെ ക്രിസ്തുനാഥന്റെ പക്കലേക്ക് ആനയിക്കുക. തടസ്സങ്ങൾ കൊണ്ട് മടിച്ചു നിൽക്കാതെ പുതിയ വഴികൾ തേടുക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഗൃഹനാഥനെ പോലെ അന്യർക്ക് വേണ്ടി മുറിവ് ഏൽക്കുവാൻ, തകർച്ചകൾ ഏൽക്കുവാൻ, നഷ്ടം സംഭവിക്കാൻ സസന്തോഷം മനസ്സ് വെക്കുക. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ബാക്കി ക്രിയകൾ കർത്താവ് വർദ്ധിച്ചുകൊള്ളും. അതുകൊണ്ട് എവിടെയെല്ലാം അസ്വസ്ഥതകൾ ജനം അനുഭവിക്കുന്നുവോ, എവിടെയെല്ലാം സൗഖ്യമില്ലായ്മ നിലനിൽക്കുന്നുവോ, അവിടെയെല്ലാം സൗഖ്യം കർത്താവ് പ്രദാനം ചെയ്യട്ടെ. കർത്താവിന്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ അവന്റെ കൂട്ടുവേലക്കാരായി, അവന്റെ സഹപ്രവർത്തകരായി നിലകൊള്ളുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സൗഖ്യവർഷത്തിൽ സുഖമാക്കുകയും അന്യരുടെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. സൗഖ്യദായകനായ കർത്താവെ, അങ്ങ് റാഫായാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാ തലങ്ങളിലും മുറിവുകൾ ഉള്ള ഒരു ലോകത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ശരീരത്തിൽ അസ്വസ്ഥതകളും മുറിവുകളുമുണ്ട്, മനസ്സുകളിൽ മുറിവുകളുണ്ട്, ഉള്ളങ്ങളിൽ മുറിവുകളുണ്ട്, ബന്ധങ്ങളിൽ മുറിവുകളുണ്ട്. പിന്മാറ്റം ഒരു കടുത്ത രോഗമായി നിലനിൽക്കുന്നു. ദൈവമേ, കോവിഡ് ഞങ്ങൾ ഒരുപാട് തളർത്തിയിട്ടുണ്ട്, മാനസികമായും ആധ്യാത്മികമായും ശാരീരികമായും ഒക്കെ. എന്നാൽ എല്ലാ മേഖലയിലുള്ള മുറിവുകൾ ഉണങ്ങുവാൻ ഞങ്ങൾ ഈ വർഷം വേർതിരിക്കുന്നു. സൗഖ്യത്തിന്റെ വർഷം ആചരിക്കുമ്പോൾ നാലാളിന്റെ സ്ഥാനത്ത് നിൽക്കുവാൻ, വീട് തകർക്കപ്പെടുവാൻ സസന്തോഷം സംബന്ധിച്ച ഗൃഹനാഥന്റെ ഒപ്പം നിൽക്കുവാൻ, ക്രിസ്തുവിനൊപ്പം നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ. എല്ലാവരെയും സൗഖ്യത്തിന്റെ തലത്തിലേക്ക് അങ്ങ് ആനയിക്കണമേ. സൗഖ്യദായക ശുശ്രൂഷയിൽ അങ്ങയുടെ സഹപ്രവർത്തകരും കൂട്ടുവേലക്കാരുമാകും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അടൂർ വൈദിക ജില്ലയിൽ ഇവിടുത്തെ ബഹുമാന്യരായ വൈദികരെയും ശുശ്രൂഷകരെയും പ്രബുദ്ധരായ വിശ്വാസ സമൂഹത്തെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണം. കൂടുതൽ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണം. അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. COVID-19 പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ കൺവെൻഷനുകളെല്ലാം വെർച്വലായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നാമും നമ്മുടെ അടൂർ വൈദിക ജില്ലയുടെ 10ാമത് കൺവെൻഷൻ വെർച്വലായി നടത്തുവാൻ തീരുമാനിച്ചു. കാലങ്ങളായി നാം താഴ്ത്തുമൺ കൺവെൻഷനിൽ കൂടി വരികയും അനുഗ്രഹങ്ങളെ പ്രാപിച്ചും വചന കേൾവിയാൽ അനുഗ്രഹിക്കപ്പെട്ട് നാം കടന്നുപോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ നാമും വെർച്വലായി ഈ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നന്ദി അറിയിക്കുക എന്നുള്ളതാണ്. ഈ കൺവെൻഷന് അനുവാദം നൽകിയതും ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതും നമ്മുടെ ഡിസ്ട്രിക്ട് ചെയർമാനാണല്ലോ. അച്ഛൻ്റെ പ്രത്യേക താല്പര്യത്തിലും കൂടി വന്ന യോഗങ്ങളിൽ കൂടി വെർച്വലായി നമുക്ക് ഈ കൺവെൻഷൻ നടത്തണമെന്നുള്ള തീരുമാനമെടുക്കുകയും അതിന് നേതൃത്വം വഹിച്ചുകൊണ്ട് തൊത്തോളം അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയ ഡിസ്ട്രിക്ട് ചെയർമാനായിരിക്കുന്ന റവറൻ ജോസ് അച്ഛനോടുള്ള പ്രത്യേക നന്ദിയെ ഈ കൺവെൻഷൻ്റെ പേരിലും വ്യക്തിപരമായും അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മധ്യകേരള മഹായിടവക ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ സാബു കെ ചെറിയാൻ തിരുമേനിയാണല്ലോ. നമ്മുടെ അപേക്ഷ അനുസരിച്ച് തിരുമേനി ഈ കൺവെൻഷൻ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. തിരുമേനിയോട് ഈ കൺവെൻഷൻ്റെ പേരിലും
വ്യക്തിപരമായും നന്ദിയെ അറിയിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ഇന്ന് നൽകിയിരിക്കുന്നത് റവറൻ ഷാജി എം ജോൺസൺ അച്ഛനാണ്. അച്ഛൻ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നൽകി നമ്മെ എല്ലാവരെയും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്നും അച്ഛൻ്റെ ശിശുക്കൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാനും നമ്മുടെ അടൂർവൈദ്യയിലേക്കും മുതൽക്കൂട്ടായി തീരുവാനും ഇടയാക്കട്ടെ. അച്ഛനോടുള്ള നന്ദിയെ ഈ കൺവെൻഷൻ്റെ പേരിലും വ്യക്തിപരമായും അറിയിച്ചു കൊള്ളുന്നു. ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ മീഡിയ വഴി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് റവറൻഡ് ആൽബിനസിൻ്റെ ടീമുമാണ്. അതിന് പിന്നിൽ അവർ പ്രവർത്തിക്കുകയും ഇത് ലോകമെമ്പാടും അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പ്രിയ അച്ഛൻ്റെ ടീമിനെയും ഈ കൺവെൻഷൻ്റെ പേരിലും വ്യക്തിപരമായും നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ കൺവീനറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന താഴത്തുമൺ ഇടവക വികാരി റവറൻഡ് ബിജു വർഗീസ് കുരുവിള അച്ഛനാണ്. കഴിഞ്ഞ വർഷത്തെ കൺവെൻഷൻ മനോഹരമാക്കുവാനും അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുവാനും അച്ഛൻ്റെ കൺവീനർ കൂടി അത് സാധ്യമായി. ഈ വർഷവും ഈ ക്രമീകരണത്തിൽ കൂടി അനുഗ്രഹപൂർണ്ണമാക്കുവാൻ അച്ഛനെ ദൈവം ശക്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയ അച്ഛനോടുള്ള നന്ദിയെ കൺവെൻഷൻ്റെ പേരിലും വ്യക്തിപരമായും അറിയിച്ചുകൊണ്ട് ഇതിൽ വീക്ഷിക്കുന്ന അടൂർ വൈദിക ജില്ലാ സഭകൾക്കും പട്ടക്കാർ, സഭാ ശുശ്രൂഷകർ, ഐമേനികൾ, മറ്റു ഇതര സഭകളിൽ നിന്നുള്ളവർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആയിരിക്കുന്ന വിശ്വാസ സമൂഹം, മറ്റു ജനങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയെ ഈ കൺവെൻഷൻ്റെ പേരിൽ അറിയിക്കുന്നു. തുടർന്നും കൺവെൻഷൻ അനുഗ്രഹമായി തീരുവാൻ, തുടർന്നുള്ള ദിവസങ്ങളിലും അത് എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. അതിൻ്റെ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങളെ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അടൂർ മിഷന്റെ 10ാമത് കൺവെൻഷൻ യോഗങ്ങൾ ഇന്ന് ആരംഭിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കൂടി വരുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ തന്നെയും ഓൺലൈനിൽ കൂടെ ഇങ്ങനെ ഈ കൺവെൻഷൻ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നടത്തുവാനായിട്ട് കഴിഞ്ഞതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തുതിക്കുന്നു. സൗഖ്യം നൽകുന്ന യേശു കർത്താവിന്റെ അത്ഭുത പ്രവർത്തികൾ സുവിശേഷത്തിൽ കൂടെ, തിരുവചനത്തിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ കൃത്യനെ അനുഗ്രഹിച്ചിരിക്കുകയായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം കേട്ട ഓരോ വ്യക്തി ജീവിതങ്ങളും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും സൗഖ്യം പ്രാപിച്ച് സഭയിൽ അവിടുത്തെ ദിവ്യമായിട്ടുള്ള ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുവാനായിട്ട് സഹായിക്കണമേ. ഞങ്ങളുടെ അടൂർ മിഷനിലെ എല്ലാ സഭകളെയും അനുഗ്രഹിക്കണമേ. ശുശ്രൂഷിക്കുന്ന ഏവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ തിരുവചനം ശ്രദ്ധിച്ച ഓരോ ദൈവജനത്തെയും അനുഗ്രഹിക്കണമേ. ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിച്ചുകൊണ്ട് ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന ദയ തോന്നി കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.